രാവിലെ നല്ല മഴക്കോളായിരുന്നു. നാളെ 10-ാമതേ ആയതുകൊണ്ട് തന്നെ ഇടിക്കും മഴയ്ക്കും ഒക്കെ സാധ്യത ഉണ്ടെന്ന് അമ്മ പറയുന്നു. അപ്പോൾ പച്ചക്കറി തോട്ടത്തിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും കുറേ ചീര വിത്തിട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം തൈയായിട്ട് നിൽപ്പുണ്ട്. കുറേയൊക്കെ അമ്മ മാറ്റി നട്ടു. ഇനിയും കുറച്ചധികം അങ്ങനെ നിൽക്കുന്നേ ഉള്ളൂ. ഉച്ചത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഈ അടിച്ച് പറക്കുന്നത് മിറ്റത്തും റബ്ബറിൻ്റെ ഇടയിലൊക്കെ കുറേ നറുനീണ്ടീര ചെടി ഞാൻ കണ്ടു. അപ്പോൾ അതിനെ പറിച്ചെടുത്ത് എൻ്റെ ആ ഒരു സത്തൊക്കെ എടുത്തൽ നമ്മൾ നറുനീണ്ടി സർബത്ത് ഉണ്ടാക്കുന്നു. ആ ഒരു ആഗ്രഹത്തിൽ ഇറങ്ങി പുറപ്പെട്ടതാണ്. കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടാണ് ഇതൊക്കെ പറിച്ചെടുത്തത്. ഇതിന് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ ഏതെങ്കിലും വീഡിയോ തപ്പിയാലേ എനിക്കറിയാവൂ. അങ്ങനെ നടന്നപ്പോഴാണ് റബ്ബർ മലയിൽ നിന്ന് ഈ ഒരു പൂ കണ്ടത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. ഭംഗി കൊണ്ട് പറിച്ചു. ഞാനതിനെ നേരെ കൊണ്ടുവന്ന് നമ്മുടെ ലക്കി ബാമ്പു ഇട്ട് വെച്ച് ആ ബോട്ടിൽ ഇട്ട് വെച്ചു. 2-3 ദിവസമൊക്കെ അവിടെ നിൽക്കുമായിരിക്കും. ഈ ഒരു ചെടി നിങ്ങളുടെ വീട്ടിലുണ്ടോ? ലക്ഷ്മി തരൂർ എന്നാണ് എൻ്റെ പേര്. എനിക്കിത് കേൾക്കുമ്പോൾ ശശി തരൂറാണ് ഓർമ്മ വരുന്നത്. എന്തൊക്കെയോ ഔഷധ ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഉച്ചത്തെ ചോറ് കഴിച്ചതിന് ശേഷം നേരെ ഞാനും അമ്മയും കൂടെ കുറച്ച് വാഴയിലൊക്കെ പറിക്കാനായിട്ട് ഇറങ്ങി. തുടക്കത്തിൽ പറഞ്ഞില്ലേ 10-ാമതെയാണ് നാളെ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ്. അതൊക്കെ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.